ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ശിവക്ഷേത്രത്തിൽ വന്നിട്ടേ ഉള്ളേ. തളിപ്പുറം വന്നിട്ട് ഇത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ചരിത്രങ്ങളുണ്ട്, കുറേ ചരിത്രങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണും. ഞാനായിട്ട് ഇനി പറയുന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം ക്ഷേത്രത്തിൻ്റെ ചിറയിലേക്കാണ് കാലെടുക്കാൻ. എല്ലാതരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ആൾക്കാർ തേടി വരുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. അത് കണ്ണിൻ്റെ രോഗമായാലും ത്വക്ക് രോഗമായാലും എന്ത് രോഗമായാലും ആൾക്കാർ തേടി വരുന്ന ക്ഷേത്രമാണ് വൈദ്യനാഥ ശിവക്ഷേത്രം. പിന്നെ ഗർഭിണികളായ സ്ത്രീകൾ 3 ക്ഷേത്രം ദർശിക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് രാജരാജേശ്വര ക്ഷേത്രമാണ്, പിന്നെ തൃച്ചംബരം, മൂന്നാമത്തത് വൈദ്യനാഥ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചിറ. ഇവിടെ വന്ന് കാല് കഴുകണം അല്ലേ. നമ്മൾ എവിടെ വന്നിനി? കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ശിവക്ഷേത്രം. അടുക്കടുക്ക് ഓടല്ല, വഴുക്കും. കാല് കഴുകുന്നുണ്ടല്ലേ. നല്ല വഴുക്കലുണ്ട് കേട്ടോ. മീനും ഉണ്ട് ഇതിൽ. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല. മീനും ഉണ്ട്, നല്ല വഴുക്കുണ്ട്. അടങ്ങിക്ക്. അച്ഛനും മോളും കയറി പോകുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. പാച്ചുവിന് ഇന്ന് അമ്പലങ്ങളെല്ലാം എത്തിയ പിന്നെ പ്രത്യേക ഒരു ഭക്തിയാണ് കേട്ടോ. അവൾ തൊഴും, കുറിമേണിക്കും എല്ലാം ഓക്കന്നെ ചെയ്യണം. അങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ശാന്തമായ അന്തരീക്ഷം കേട്ടോ. ഒന്നും ഒച്ചപ്പാടോ ഓശയോ ഒന്നുമില്ല. നല്ല എന്താ പറയുക, മൈൻഡ് നല്ല വേറെ ഒരു ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ കുറേ സമയം ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അറിയാണ്ട് ഉള്ളിറ്റ് കൂടെ പോയി അതിൻ്റെ ഏട്ടൻ എനിക്ക് വഴക്ക് പറയുന്നു. അതിലൂടെ പോകാൻ പാടില്ല, അപ്പുറത്തേക്ക് കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്ന്. ഇവനില്ല കാശുവിന് സോളാണ്. നല്ല അടിപൊളി അമ്പലട്ടാ. ഇതൊന്നും പോവാനേ തോന്നില്ല. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു, എണീക്കാൻ തോന്നില്ല ഇരുന്നിട്ട്. ഇവിടെ ശിവൻ വൈദ്യനാഥനായിട്ടാണല്ലേ. ഇത് പണ്ടേ മുൻപത്തെയാണല്ലേ. ഇത് മുൻപത്തെ കുളമായിരിക്കും. അപ്പുറം നല്ല നമ്മളാദ്യം കാണിച്ചു. അല്ല, ഇവിടെ ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് കണ്ട. കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം. നോക്കട്ടെ വച്ചേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്തത് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. അവിടെ ഒരു ശിവൻ്റെ വലിയ പ്രതിമ പുതിയതായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണാൻ വേണ്ടി പോകാനാണ്. അതായോന്നൊന്നും അറിയില്ല. അന്നേരം വാട്സപ്പിലായില്ല ഇതിൻ്റെ വീഡിയോ കണ്ടിനി. അപ്പോൾ ഒന്ന് ആ ക്ഷേത്രത്തിലും കൂടെ പോയിട്ട് മടങ്ങാനാണ് പരിപാടി. ഇതാണ് രാജരാജേശ്വര ക്ഷേത്രം. ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. പരമാവധി എടുക്കാൻ നോക്കും. ഞാൻ പറഞ്ഞില്ലേ പ്രതിമ, അതാണ് ശിവൻ്റെ പ്രതിമ. ഈ പച്ച തുണി ഇട്ട് മറിച്ചത് അത് ആയില്ല. അത് വെക്കുന്നത്ര അവർ. അപ്പോൾ അത് ആയിട്ടാകുമ്പം ശരിക്കും ഒരിക്കൽ വന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു.
ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ വന്നേ. ആൾ കുറവാണ്. നമ്മൾ മുൻപ് വന്നേരം നല്ല ആളുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ആൾ കുറവാണ്. ഇവിടെ രാത്രി മാത്രമാണ് കേട്ടോ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പരമശിവനാണ് പ്രതിഷ്ഠ. നമ്മളെ കൈലാസനാഥൻ സീരിയൽ കണ്ടവർക്ക് അറിയാം. അതിൽ സതീദേവി മരിച്ചപ്പോൾ ശിവൻ സതിയുടെ ശരീരം എടുത്തിട്ട് പ്രാന്തനെ പോലെ അലയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് തൻ്റെ കയ്യിലെ ചക്രം കൊണ്ട് സതിയുടെ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി ചിന്നിച്ചിതറി തെറിപ്പിച്ചിന്. അതിൽ തലഭാഗം വീണത് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും നമുക്ക് ഒന്ന് ക്ഷേത്രക്കുളം നോക്കും. ഒന്ന് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി അവർ നടന്നു മുന്നേ ഞാനൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. മുൻപ് ഞാൻ ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശിവന് വലിയ പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആയില്ല, അത് ഉറക്കണം അത്രയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് മടങ്ങി നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. നമ്മളെ അപ്പുക്കുട്ടനാണ്. അപ്പുക്കുട്ടൻ നമ്മളെ വഴി തന്നെ വരുന്നുണ്ട്. എവിടുന്ന് കണ്ടാൽ ഇവൻ നമ്മളെ പാർത്തുനിന്ന് കണ്ടാൽ പോലും നമ്മളെ വണ്ടി കണ്ടാൽ തിരിച്ചറിയും. അവൻ നമ്മളെ വയ്യ തന്നെ വരും, വീട് വരെ വരും. ഇന്ന് ഞാൻ ഒന്നും മേടിച്ചില്ല, മറ്റേ ബിസ്ക്കറ്റെല്ലാം മേടിക്കലുണ്ടായിരുന്നു, ഒന്നും മേടിച്ചിട്ടുമില്ല. വരുന്നുണ്ട് ആശാൻ. ഓടി ഓടി വരുമോന്ന്. നല്ല ഒരു സാധുവാണ് കേട്ടോ, ഒന്നും ചെയ്യില്ല. ആര് കണ്ടാലും എന്ത് കൊടുക്കും, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ ഫ്രണ്ട്സ്. അല്ലടാ അങ്ങനെയും ഒന്നും അല്ലേ അപ്പുട്ടാ. ഏതാ